നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധ ഏജൻസികൾ ഇതുവരെ നടത്തിയ പരിശോധനകളിൽ 33.31 കോടി രൂപയുടെ പണവും മറ്റു വസ്തുക്കളും പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് രേഖകളില്ലാതെ 50,000 രൂപയിൽ കൂടുതൽ കൈവശം വെച്ചാൽ പോലീസിന് ആ തുക പിടിച്ചെടുക്കാം. വോട്ടർമാരെ സ്വാധീനിക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഈ നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് 16 മുതൽ ഏപ്രിൽ 3 വരെയുള്ള കണക്കാണിത്. മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോയ പണം, മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ, സ്വർണമടക്കമുള്ള അമൂല്യ ലോഹങ്ങൾ, സൗജന്യ വിതരണത്തിനുള്ള വസ്തുക്കൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. സംസ്ഥാന പോലീസ്, ആദായ നികുതി വകുപ്പ്, എക്സൈസ് വകുപ്പ്, SGST വിഭാഗം, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, മറ്റ് ഏജൻസികൾ എന്നിവ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വസ്തുക്കൾ പിടിച്ചെടുത്തത്. രേഖകളില്ലാതെ കൊണ്ടുപോയ 6.67 കോടി രൂപ, 1 കോടി രൂപ മൂല്യമുള്ള 28,867 ലിറ്റർ മദ്യം, 6.13 കോടി രൂപ മൂല്യമുള്ള 2,33,723 ഗ്രാം മയക്കുമരുന്നുകൾ, 14.91 കോടി രൂപ മൂല്യമുള്ള അമൂല്യ ലോഹങ്ങൾ, 48.58 കോടി രൂപ മൂല്യമുള്ള സൗജന്യ വസ്തുക്കൾ എന്നിവയാണ് വിവിധ ഏജൻസികൾ പരിശോധനകളിൽ പിടിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ കർശന പരിശോധന തുടരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പിടിച്ചെടുക്കുന്നവയ്ക്ക് രസീത് ലഭിക്കും. ഇവ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയല്ല കൊണ്ടുപോയതെന്ന് തെളിയിച്ചാൽ ഈ തുക മടക്കി കിട്ടും. ജില്ലാതലത്തിൽ രൂപീകരിച്ചിട്ടുള്ള സമിതിയെയാണ് മടക്കി കിട്ടുന്നതിനായി സമീപിക്കേണ്ടത്. 10 ലക്ഷം രൂപയിലേറെ കണ്ടെത്തിയാൽ ആദായ നികുതി വകുപ്പിനെ അറിയിക്കും. പ്രചാരണത്തിന് പോകുന്നവർക്ക് 1 ലക്ഷം രൂപ വരെ സൂക്ഷിക്കാം. എന്നാൽ എന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമാക്കുന്ന പാർട്ടി ട്രഷററുടെ കത്ത് കൈവശം വെച്ചിരിക്കണം. 10 ലക്ഷം രൂപയിൽ കൂടുതൽ പണമായി നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ അക്കാര്യം അറിയിക്കണമെന്നും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി.